രണ്ടാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വേദഭാഗങ്ങൾ. ഉൽപ്പത്തി 2 1 മുതൽ 3 വരെ. ഇങ്ങനെ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവർത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവർത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച ശുദ്ധീകരിച്ചു. ദൈവത്തിന് സ്തോത്രം. വളരെ വ്യക്തമായിട്ട് തിരുവചനം നമ്മോട് പറയുകയാണ്. ഇങ്ങനെ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള ചരാചരങ്ങളൊക്കെയും തികഞ്ഞു. താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും 7-ാം ദിവസം നിവർത്തനായി. താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവർത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച ശുദ്ധീകരിച്ചു. ദൈവത്തിന് സ്തോത്രം. അതായത് 6 ദിവസം കൊണ്ട് സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവം ആഴ്ചവട്ടത്തിന് 1 ദിവസത്തെ കൂടെ ഉണ്ടാക്കി. അതാണ് ആഴ്ചവട്ടത്തിൻ്റെ 7-ാം ദിവസം. ഈ 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. ദൈവത്തിന് സ്തോത്രം. നാം വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങൾ പരിശോധിച്ചാലും ദൈവം ആഴ്ചവട്ടത്തിൻ്റെ 7-ാം ദിവസത്തെ അല്ലാതെ മറ്റൊരു ദിവസത്തെയും അനുഗ്രഹിച്ചതായിട്ടോ ശുദ്ധീകരിച്ചതായിട്ടോ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോ? വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങൾ പരിശോധിച്ചാലും ദൈവം ആഴ്ചവട്ടത്തിൻ്റെ 7-ാം ദിവസത്തെ അല്ലാതെ മറ്റൊരു ദിവസത്തെയും അനുഗ്രഹിച്ചതായിട്ടോ ശുദ്ധീകരിച്ചതായിട്ടോ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ചോദ്യം, എന്തിനാണ് ദൈവം ആഴ്ചവട്ടത്തിൻ്റെ 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് നൽകിയത്? ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയ ദൈവത്തെ ആരാധിപ്പാൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് നൽകിയതിൻ്റെ കാരണം എന്താണ്? ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും നീരുറവകളെയും സർവ്വചരാചരങ്ങളെയും ഉണ്ടാക്കിയ ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടിയിട്ടാണ്. സംശയമുണ്ടെങ്കിൽ നമുക്ക് വായിക്കാം. പുറപ്പാട് 20 8 മുതൽ 11 വരെ. പുറപ്പാട് 20 8 മുതൽ 11 വരെ. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ശബത നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കാം. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും വേലക്കാരനും വേലക്കാരത്തെയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽക്കലകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെയും ഉണ്ടാക്കി. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്തോ മനസ്സിലായി? ദൈവം ആഴ്ചവട്ടത്തിൻ്റെ 7-ാം ദിവസത്തെ എന്തിനാണ് അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച് മനുഷ്യവർഗത്തെ നൽകിയത് എന്ന ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ലോകത്തിൻ്റെ ഉൽപ്പത്തിയിലാണ് ദൈവം ആഴ്ചവട്ടത്തിൻ്റെ 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചത്. അതിന്നും അങ്ങനെ തന്നെ ഇരിക്കുന്നു. അതിൻ്റെ കാരണം എന്താ? ദൈവം മാറ്റമില്ലാത്തവനായിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വചനത്തിനും മാറ്റമില്ല. മലാഖി 3:6 ഇപ്രകാരം വായിക്കുന്നു. മലാഖി 3:6 യഹോവയായ ഞാൻ മാറാത്തവൻ. എന്താ വാക്യം? യഹോവയായ ഞാൻ മാറാത്തവൻ. അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ, നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. അപ്പോൾ ഈ ആകാശവും ഭൂമിയും സമുദ്രവും നീർവകളും ഉണ്ടാക്കിയ ദൈവം മാറ്റമില്ലാത്തവനായിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ തിരുവചനവും മാറ്റമില്ലാത്തതാണ്. ദൈവിക പ്രമാണങ്ങളും മാറ്റമില്ലാത്തതാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു കാര്യം സത്യം ചെയ്ത് പ്രകാരം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം: സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവർത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. അപ്പോൾ ഇന്നത്തെ ലോകം കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് പറയാൻ ന്യായപ്രമാണത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ ഒഴിഞ്ഞു പോകത്തില്ല. അപ്പോൾ എൻ്റെ ചോദ്യം, ഇന്നത്തെ ലോകം കർത്താവിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇന്നത്തെ ലോകം കർത്താവിലും കർത്താവിൻ്റെ വചനത്തിലും വിശ്വസിക്കുന്നില്ല ഭൂരിപക്ഷവും. എങ്ങനെ അറിയാം? അതിന് ഏറ്റവും വലിയ തെളിവ് ദൈവം അനുഗ്രഹിച്ച്
ശുദ്ധീകരിച്ച് മനുഷ്യവർഗത്തിന് ആരാധനയ്ക്കായിട്ട് തന്നിരിക്കുന്ന വിശുദ്ധ ദിവസമായ ശബത ദിവസത്തെ മാറ്റി ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ആരാധിക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങൾ അവർ ദൈവത്തിലും ദൈവവചനത്തിലും വിശ്വസിക്കുന്നില്ല എന്ന് ലോകത്തോട് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തെയും ദൈവവചനത്തെയും വിശ്വസിക്കുന്നുവെങ്കിൽ നമുക്ക് വചനത്തെ മാറ്റാൻ പറ്റത്തില്ല. ദൈവത്തിന് സ്തോത്രം. നാം ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം തെക്കോട്ട് പോകുക എന്ന് പറഞ്ഞാൽ നാം വടക്കോട്ട് പോയാൽ അത് അനുസരണക്കേടാണെന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണല്ലോ. ഇപ്രകാരം അനുസരണക്കേടിൽ ജീവിക്കുന്നവർ തങ്ങൾക്ക് അനുസരണക്കേടിൽ ജീവിക്കുവാൻ ലോകത്തെ ഉപദേശിക്കുന്നൊരു ഉപദേശമുണ്ട്. കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നതോടുകൂടി ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും എല്ലാം മാറിപ്പോയി, ഇനി നാം അത് അനുസരിക്കേണ്ട. ഇത് വചനത്തിൻ്റെ ഉപദേശമല്ല. അനുസരണക്കേടിൽ ജീവിക്കുന്നവർ തങ്ങൾക്ക് അനുസരണക്കേടിൽ ജീവിക്കുവാനും മറ്റുള്ളവരെ അനുസരണക്കേടിൽ വീഴ്ത്തുവാനും പറയുന്ന വാചകമാണ്. എന്നാൽ ഇത്തരക്കാരോട് കർത്താവിന് ഒരു കാര്യം പറയാനായിട്ടുണ്ട്. എന്താ കർത്താവിന് പറയാനായിട്ടുള്ളത്? സങ്കീർത്തനം 89:34-35 വാക്യങ്ങൾ. ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. ഞാൻ എൻ്റെ വിശുദ്ധിയെ കൊണ്ട് സത്യം ചെയ്തിരിക്കുന്നു, ദാവീദിനോട് ഞാൻ ഭോഷ്ക് പറയുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പ്രമാണങ്ങളൊക്കെ മാറിപ്പോയത് അനുസരിക്കേണ്ട എന്ന് പറയുന്നവരോട് കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ നിയമത്തെ ലംഘിക്കുകയോ എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടതിന് ഭേദം വരുത്തുകയോ ചെയ്യുകയില്ല. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞതൊക്കെ തെറ്റിപ്പോയി, ഇന്ന് ഞാൻ പുതിയതൊന്ന് മാറ്റി പറയുന്നു എന്ന് പറയുവാൻ ദൈവം മനുഷ്യനല്ല. ദൈവം ദൈവമായിരിക്കുന്നത് കൊണ്ട് ഇന്നലെ പറഞ്ഞതിനെ മാറ്റി പറയുവാൻ ദൈവത്തിന് സാധ്യമല്ല. ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം നന്നായിട്ട് അറിയാവുന്ന ദൈവം, വാക്ക് മാറുന്ന ദൈവമല്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിനെന്ന 1-ാം ദൂതൻ വിളിച്ചു പറയുമ്പോൾ അതിന് വിരുദ്ധമായിട്ട് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമാകുന്ന ഞായറാഴ്ച ആരാധിക്കുന്നവർ ദൈവത്തിൻ്റെ പ്രതിയോഗിയായ പിശാചിൻ്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയുക. പ്രിയമുള്ളവരെ, ഏദൻ തോട്ടത്തിൽ എന്താ സംഭവിച്ചത്? ദൈവത്തിൻ്റെ പ്രതിയോഗിയായ പിശാച് മനുഷ്യൻ്റെ അടുക്കൽ കടന്നു വന്ന് നിങ്ങൾ ദൈവം പറഞ്ഞ കൽപ്പന അനുസരിക്കേണ്ട, ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി എന്ന് പറഞ്ഞ് മനുഷ്യനെ ദൈവകൽപ്പനയ്ക്കെതിരെ തിരിച്ചുവിട്ടതുപോലെ ഇന്ന് ദൈവത്തിൻ്റെ പ്രതിയോഗിയായ പിശാച് മനുഷ്യ ഹൃദയങ്ങൾ പ്രവർത്തിച്ച് അനേകരെ കൽപ്പനാ ലംഘികളാക്കി തീർത്തിരിക്കുന്നു. തൽഫലമായി ദൈവത്തിൻ്റെ 10 കൽപ്പനയിലെ 4-ാം കൽപ്പനയാകുന്ന വിശുദ്ധ ശബദിനെ മാറ്റിയിട്ട് ഇന്ന് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം ആരാധിക്കുന്ന ബഹുഭൂരിപക്ഷത്തെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുന്നു. പിശാച് ഒരു വലിയ കൂട്ടത്തെ തൻ്റെ ഭാഗത്താക്കി മാറ്റിയിരിക്കുകയാണ്. 1-ാം ദൂതൻ എന്താ വിളിച്ചു പറയുന്നത്? ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പീൻ. അങ്ങനെ നമസ്കരിക്കുവാൻ ഇതിനെയൊക്കെ ഉണ്ടാക്കിയ ദൈവം തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തെ മാറ്റിയിട്ട് നാം ലോകപ്രകാരം മനുഷ്യനുണ്ടാക്കിയ ദിവസത്തിൽ ആരാധിക്കുമ്പോൾ നാം ആരുടെ ഭാഗത്താണെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുക. നാം ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം വിശുദ്ധമായി സൂക്ഷിക്കുവാൻ തന്നിരിക്കുന്ന വിശുദ്ധ ദിവസത്തെ നാം സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുവാൻ പാടില്ല. ഞാൻ പറഞ്ഞ വാചകം ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവം വിശുദ്ധ ആവശ്യങ്ങൾക്കായി വിശുദ്ധ ആരാധനയ്ക്കായി തന്നിട്ടുള്ള വിശുദ്ധ ദിവസത്തെ നാം സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുവാൻ പാടില്ല. വായിക്കാൻ തിരുവചനത്തിൽ യെശയ്യാവ് 58:13-14 വാക്യങ്ങൾ. നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബദിൽ നിന്റെ കാലടക്കി വെച്ച് ശബദിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും. ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിൻ്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളിച്ചെയ്തിരിക്കുന്നത്. വചനം എത്ര കൃത്യമാണ്. വിശുദ്ധ ദിവസം നമുക്ക് തോന്നിയ വഴിക്ക് വിവാഹത്തിനും വിരുന്നിനും ട്യൂഷനും ടൂറിനും ജോലിക്കും കച്ചവടത്തിനും ഒക്കെ പോകുന്നവർ ഓർക്കുക, നാം വിശുദ്ധ ദിവസത്തെ സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരാണ്. വചനം പറയുന്നു, നീ എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാദികൾ നോക്കാതെ ശബദിൽ നിന്റെ കാലടക്കി വെച്ച് ശബദിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാനയോഗ്യമെന്നും പറയുകയും
നിന്റെ വേലയ്ക്ക് പോകുകയോ നിന്റെ കാര്യാദികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്താൽ നീ യഹോവയിൽ പ്രമോദിക്കും. ദൈവം പറയുന്നു, ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇത്രയും വ്യക്തമായിട്ട് തിരുവചനം പറഞ്ഞിട്ടും നാം വിശുദ്ധ ദിവസത്തിൽ വിവാഹത്തിനും വിരുന്നിനും ട്യൂഷനും ടൂറിനും ജോലിക്കും കച്ചവടത്തിനും തൊഴിലുറപ്പിനും മറ്റ് നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, നാം വിശുദ്ധ ദിവസത്തെ സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരാണ്. അങ്ങനെ ഉപയോഗിച്ചാൽ എന്ത് പറ്റും? വിശുദ്ധ ദിവസം സാധാരണ കാര്യങ്ങൾക്ക് പോയാൽ ഒരു സംഭവത്തിലൂടെ ഞാനത് തെളിയിച്ചു തരാം. വിശുദ്ധ വേദപുസ്തകത്തെ ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ബേൽശസ്സർ രാജാവ് തൻ്റെ മഹത്തുക്കളിൽ 1000 പേർക്കൊരു വലിയ വിരുന്നൊരുക്കി. അവർ കണ്ട് വീഞ്ഞു കുടിച്ചു. ബേൽശസ്സർ വീഞ്ഞു കുടിച്ച് രസിച്ചിരിക്കുമ്പോൾ തൻ്റെ അപ്പനായ നെബൂഖദ്നേസർ യെരൂശലേമിലെ മന്ദിരത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിരുന്ന പൊൻവെള്ളിപ്പാത്രങ്ങളെ രാജാവും മഹത്തുക്കളും അവൻ്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിക്കേണ്ടതിനായിട്ട് കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ യെരൂശലേമിലെ മന്ദിരത്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന പൊൻപാത്രങ്ങളെ കൊണ്ടുവന്നു. രാജാവും അവൻ്റെ മഹത്തുക്കളും ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിച്ചു. അവർ വീഞ്ഞു കുടിച്ച് പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും കല്ലും മരവും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിന്റെ വെള്ളമേൽ എഴുതിയ കൈപ്പത്തി രാജാവ് കണ്ടു. അവൻ വിചാരങ്ങളാൽ പരവശനായി. അവൻ്റെ അരയുടെ ഏപ്പഴിഞ്ഞ് കാൽമുട്ടുകൾ ആടിപ്പോയി. ഒരു കാര്യം മനസ്സിലാക്കണം, ബേൽശസ്സർ രാജാവിൻ്റെ അപ്പനായ നെബൂഖദ്നേസർ രാജാവ് യെരൂശലേമിലെ മന്ദിരത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിരുന്ന പൊൻവെള്ളി പാത്രങ്ങളെ രാജാവും അവൻ്റെ ഭാര്യമാരും വെപ്പാട്ടികളും മഹത്തുക്കളും അതിൽ വീഞ്ഞു കുടിപ്പാൻ തക്കവണ്ണം വിശുദ്ധ ആവശ്യങ്ങൾക്കായി വെച്ചിരുന്ന പാത്രങ്ങളെ എടുത്തുകൊണ്ട് വന്ന് അതിൽ വീഞ്ഞു കുടിച്ച് കല്ലും മരവും ഇരുമ്പും താമ്രവും പൊന്നും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. അപ്പോൾ ഒരു കൈപ്പത്തി ദൈവം അയച്ച് രാജധാനിയുടെ ചുവരിൻ്റെ വെള്ളമേൽ രാജാവിൻ്റെ ന്യായവിധി